CMRL എക്സാലോജിക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണമെന്ന ആവശ്യത്തിൽ നിലപാട് മാറ്റി മാത്യു കുഴൽനാടൻ. കോടതി അന്വേഷിക്കണമെന്ന് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു. ഹർജിയിൽ ഇന്ന് ഉത്തരവ് പറയാനിരിക്കെയാണ് കോടതിയിൽ നിലപാട് മാറ്റിയത്. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കൂ എന്ന് മാത്യു കുഴൽനാടൻ കോടതി പറഞ്ഞു. ഉത്തരവ് പറയാൻ ഹർജി ഈ മാസം 12 മാറ്റി. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, എന്താണ് കോടതിയിൽ സംഭവിച്ചത്? CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ ആദ്യം കോടതിയെ സമീപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വാദങ്ങൾ നടന്നപ്പോഴും ഇതേ നിലപാട് തന്നെയാണ് മാത്യു കുഴൽനാടൻ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഈ വിഷയത്തിൽ വിധി പറയാനായി കോടതി കേസ് പരിഗണിച്ചപ്പോഴാണ് മാത്യു കുഴൽനാടൻ അഭിഭാഷകൻ എഴുന്നേറ്റ് ഇത് വിജിലൻസ് അന്വേഷിക്കേണ്ട, പകരം കോടതി നേരിട്ട് അന്വേഷിച്ചാൽ മതി എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിക്ക് നേരിട്ട് നൽകാമെന്നും നിലപാട് സ്വീകരിച്ചു മാത്യു കുഴൽനാടന്റെ അഭിഭാഷകൻ. ആ സമയത്ത് കോടതി വാക്കാൽ നൽകിയൊരു നിർദ്ദേശം ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കൂ എന്നുള്ള ഒരു നിലപാടാണ് കോടതി വാക്കാൽ സ്വീകരിച്ചത്. മാത്യു കുഴൽനാടൻ കോടതിയിൽ പറഞ്ഞതല്ല, പുറത്ത് പറഞ്ഞൊരു നിലപാട്, അല്ലെങ്കിൽ അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു സമീപനം ഈ തെളിവുകളും മറ്റും വിജിലൻസിന് കൈമാറിയാൽ അത് സുഗമമായ അന്വേഷണം മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് കോടതി നേരിട്ട് ഈ വിഷയം അന്വേഷിക്കട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതാണ് മാത്യു പറയുന്നത്. ഇത്തരത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട മാത്യു പിന്നീട് അത് കോടതി അന്വേഷിക്കട്ടെ നിലപാട് പറഞ്ഞപ്പോൾ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ എഴുന്നേറ്റെന്ന് പറഞ്ഞത് ഇതോടുകൂടി തന്നെ ഈ നീക്കം, ഈ അന്വേഷണ ആവശ്യം അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ ഹർജി തള്ളണമെന്നൊരു ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഉത്തരവ് പറയുന്നതിനായിട്ട് ഹർജി കോടതി മാസം 12 മാറ്റിയിരിക്കുകയാണ്. നികേഷ്, നേരത്തെ വിജിലൻസ് അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു. വിജിലൻസ് അന്വേഷിക്കണം എന്ന ആവശ്യത്തിൽ നിന്ന് പെട്ടെന്ന് വിധി പറയാൻ മാറ്റിവെച്ച ദിവസം കോടതി അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ഹർജിയിലെ ആവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ആവശ്യമായി മാറുകയാണോ അത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ആദ്യം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അതിനുശേഷം തുടർച്ചയായിട്ട് മാത്യു കുഴൽനാടൻ പലവിധ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, പല തെളിവുകൾ പുറത്തുവിടുന്നു. ഇതെല്ലാം സഹിതമാണ് അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിനെ സമീപിച്ചത്. പക്ഷേ തെളിവുകളും രേഖകളും സമർപ്പിച്ചിട്ടും വിജിലൻസ് ഈ വിഷയം പരിഗണിക്കുന്നില്ല, കേസെടുക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പിന്നീട് മാത്യു കോടതിയിലേക്ക് പോയത്. കോടതിയിൽ ഈ ഹർജിയിൽ പറഞ്ഞതും കോടതി ഇടപെട്ടൊരു അന്വേഷണം നടത്താം, ഈ അന്വേഷണത്തിന് ഉത്തരവ് പ്രഖ്യാപിക്കണം, വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നൊരു ആവശ്യമായിരുന്നു ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. അതിൽ വിധി പറയാനായി കോടതി കേസ് പരിഗണിക്കുമ്പോഴാണ് ആ ഒരു ആവശ്യത്തിൽ നിന്ന് മാത്യു കുഴൽനാടൻ നിലപാട് മാറ്റിയിരിക്കുന്നത്, മലക്കം മറിഞ്ഞിരിക്കുന്നത്. ഇതുവരെയുള്ള ആവശ്യം വിജിലൻസ് അന്വേഷിക്കണമെന്നുള്ളതായിരുന്നുവെങ്കിൽ ഇന്ന് കോടതിയിൽ സ്വീകരിച്ച നിലപാട് വിജിലൻസ് അന്വേഷിക്കേണ്ട, പകരം അത് കോടതി നേരിട്ട് അന്വേഷിക്കണം, തെളിവുകളെല്ലാം കോടതിക്ക് കൈമാറുകയും ചെയ്യാമെന്നുള്ളതാണ് മാത്യു പറയുന്നത്. ഇതിൽ നിന്ന് തനിക്കൊരു ഒളിച്ചോട്ടമോ അല്ലെങ്കിൽ ഈ ആവശ്യത്തിൽ പിന്നോട്ട് പോകുന്നോ ഇല്ല. വിജിലൻസ് അന്വേഷിച്ചാൽ അതിൽ ഒരു ആത്മാർത്ഥതയും ഒരു സുതാര്യതയും താൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മുഖ്യമന്ത്രിക്കെതിരെയാണ്, മകൾക്കെതിരെയാണ്. മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്നത്. ആ ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്ന ഏജൻസിയാണ് വിജിലൻസ്. അങ്ങനെ ഒരു വിജിലൻസ് അന്വേഷിച്ചാൽ അതിലൊരു ആത്മാർത്ഥത കുറവ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കോടതി നേരിട്ട് അന്വേഷിക്കട്ടെ എന്നൊരു ആവശ്യത്തിലേക്ക് മാത്യു കുഴൽനാടൻ എത്തുന്നത്. പക്ഷേ എന്തുകൊണ്ട് നേരത്തെ വിജിലൻസ് അന്വേഷണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ ഈ ഒരു സംശയം ഉദിച്ചില്ല എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഏതായാലും ഈ വിഷയത്തിൽ മാർച്ച് 12 കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും. ഏതായാലും ഇത്തരത്തിലൊരു മലക്കം മറിച്ചിൽ അത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ഹർജിയുടെ പിറകിൽ എന്നുള്ള ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ പ്രതിരോധം തീർത്തത്. സ്വാഭാവികമായും അത് കോടതിക്ക് പുറത്തും രാഷ്ട്രീയമായി ഇടതുപക്ഷം ഒരുപക്ഷെ ആയുധമാക്കിയേക്കാം ഈ ഒരു ഘട്ടത്തിൽ. ഏതായാലും 12-ാം തീയതി എന്ത് നിലപാട് ഈ വിഷയത്തിൽ കോടതി സ്വീകരിക്കുമെന്നുള്ളത് ഏറെ നിർണായകമാണ്. 12 എന്ന് പറയുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ ഈ വിഷയത്തിൽ കോടതി ഒരു പക്ഷേ നിലപാട് പറഞ്ഞേക്കാം. അന്നേരം എന്ത് നിലപാട് കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്നതാണ് ഇനിയേറെ നിർണായകം. നികേഷ്, 7 പേർക്കെതിരെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലെ മാത്യു കുഴൽനാടൻ ഹർജി നൽകിയിട്ടുള്ളത്. ഫെബ്രുവരി 29 മാത്യു കുഴൽനാടൻ്റെ ഹർജി. അതിനുശേഷം സർക്കാരിൻ്റെ വാദങ്ങളും മാത്യു കുഴൽനാടൻ്റെ വാദവും കോടതിയിൽ നടന്നു. മാത്യു പറയുന്നതിന് എതിരായി സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന വാദം ഇത് ആദായനികുതി ബോർഡിൻ്റെ സെറ്റിൽമെൻറ്റ് പൂർത്തിയായിട്ടുള്ളതാണ്, അവിടെ വിജിലൻസിന് അന്വേഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ വാദം പൂർത്തിയാകുമ്പോഴില്ലാത്ത ആവശ്യം ഇപ്പോൾ ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണോ കോടതി ഇപ്പോൾ വിധി പറയുന്നത് 12-ാം തീയതിക്ക് മാറ്റിയിരിക്കുന്നത്? കാരണം ഈ വിധി ഇത്തരമൊരു ആവശ്യം മാത്യു മുന്നോട്ട് വെക്കുന്നു, ഹർജി തള്ളണമെന്നൊരു ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നു. സ്വാഭാവികമായും പെട്ടെന്നൊരു തീരുമാനം കോടതിക്ക് അതിലെടുക്കുക സാധ്യമല്ല. എന്ന് മാത്രമല്ല, ഇത്തരമൊരു ആവശ്യം മാറ്റുമ്പോഴും അതിന് ആധാരമായിട്ടുള്ള, അല്ലെങ്കിൽ താൻ ഉന്നയിച്ച പരാതിക്ക് ആധാരമായിട്ടുള്ള
തെളിവുകൾ കോടതിക്ക് സമർപ്പിക്കാമെന്ന് കൂടി പറയുന്നുണ്ട് മാത്യു കുഴൽനാടൻ. സ്വാഭാവികമായും തെളിവുകൾ കയ്യിൽ വെച്ച ഒരാൾ വരുമ്പോൾ അന്വേഷണം പൂർണ്ണമായും കോടതിക്ക് ആ അർത്ഥത്തിൽ ഒറ്റ തള്ളിക്കളയാനും സാധിക്കില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പരിശോധിച്ച ശേഷം ഒരു നടപടിയിലേക്ക് കോടതി കടക്കാൻ തീരുമാനിക്കുക. ഒരു പക്ഷേ 12-ാം തീയതി കോടതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോഴും ഒരുപക്ഷേ വിജിലൻസിന് വിടുകയോ അല്ലെങ്കിൽ കോടതി നേരിട്ട് പരിശോധിക്കുക, അത് കോടതിയുടെ ഒരു വിവേചനാധികാരമാണ്. ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട് ഉള്ളത് തന്നെയാണ് മാത്യു കുഴൽനാടൻ ആവർത്തിക്കുന്നത്. അതായത് ഈ തൃക്കുന്നപ്പുഴയിലും അതുപോലെ ആറാട്ടുപുഴയിലും ഒക്കെ ഈ ധാതുമണൽ ഖനനവുമായി ബന്ധപ്പെട്ട TMRL MD ശശിധരൻ കർത്ത സ്ഥലം വാങ്ങിയിരുന്നു. പക്ഷെ പിന്നീട് മറ്റു പല ഉത്തരവുകളും വന്നുകൊണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ചില ഉത്തരവുകൾ 2004 സംസ്ഥാന ഉത്തരവും കേന്ദ്ര നിയമങ്ങളും ഒക്കെ തന്നെ എതിരായതിനാൽ കർത്തയ്ക്ക് TMRL അവിടെ ഖനനം ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നിയമങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടി പ്രസ്തുത ഭൂമിക്ക് ഇളവ് ലഭ്യമാക്കാനുള്ള കർത്തയുടെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ വീണ CMRL-മായി കരാറിൽ ഏർപ്പെടുന്നു. ആ സമയത്ത് ഇവർക്ക് അനുകൂലമായി ഉത്തരവുകൾ ഇറക്കാൻ മുഖ്യമന്ത്രിയും ഇടപെടുന്നു എന്നതടക്കമുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. അത് അതിന് പകരമായിട്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ ഇടപെട്ട് കർത്തയ്ക്ക് അനുകൂലമായി ഖനനം നൽകുന്ന ഒരു സാഹചര്യം ഒരുക്കിയതിനാണ് മാസപ്പടിയായി ഈ പണം വാങ്ങിയത് എന്നതൊക്കെയാണ് മാത്യു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. അതിന് ചില സർക്കാർ ഉത്തരവുകൾ അതുപോലെ തന്നെ മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന യോഗങ്ങൾ, അതിലെ തീരുമാനങ്ങളൊക്കെയാണ് തെളിവായി മാത്യു കുഴൽനാടൻ ഉയർത്തി കാണിക്കുന്നതും. ഈ തെളിവുകളും ഈ രേഖകളും ഒക്കെയാണ് തന്റെ വാദത്തിന് അടിസ്ഥാനമായി മാറുന്നത്, ആധാരമായി മാറുന്നത് എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ കോടതിക്ക് പുറത്ത് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ തെളിവുകൾ തന്നെ കോടതിക്ക് സമർപ്പിക്കാമെന്നാണ് അദ്ദേഹം ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അതിന്റെ ഒരു ആധികാരികതയും ആ രേഖകളുടെ സാഹചര്യമൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും കോടതി ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുക. ഏതായിരുന്നാലും ആർക്കും ഒരു തിരിച്ചടി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനാകില്ല. പക്ഷേ ഒരു നിലപാട് മാറ്റം ഉയർത്തി കാണിച്ച് കോടതിയിൽ നിന്ന് തന്നെ പ്രോസിക്യൂട്ടർ ഒരു പ്രതിരോധം തീർത്തിട്ടുണ്ട്. അത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഹർജി ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ആദ്യ ആവശ്യത്തിൽ നിന്ന് അത് വിധി പറയാൻ അവസാന നിമിഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത്തരം ഒരു മലക്കം മറിച്ചിൽ എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ വാക്കാലൊരു നിർദ്ദേശം കോടതിയും ഒരു നീരസം കോടതിയും പ്രകടിപ്പിച്ചു. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കൂ. കാരണം കേസ് കോടതിയിൽ ഫയൽ ചെയ്യുന്നു, അത് കോടതി ഫയലിൽ സ്വീകരിക്കുന്നു, പിന്നീട് അതിൽ വാദം നടക്കുന്നു. ആ വാദം നടന്ന ഘട്ടങ്ങളിലെല്ലാം ഒരു നിലപാട് പറയുന്നു. പിന്നീട് വിധി പറയാൻ പോകുമ്പോൾ ആ നിലപാട് മാറ്റി മറ്റൊരു ആവശ്യം ഉന്നയിക്കുന്നു. സ്വാഭാവികമായും അക്കാര്യത്തിലൊരു നീരസം കോടതി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ 12-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ കോടതി, തിരുവനന്തപുരം വിജിലൻസ് കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഏറെ നിർണായകമായിരിക്കും. നികേഷ്.